നിങ്ങളിൽ പലരും അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഐസ് വല്ലാതെ കഴിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും വിചാരിക്കുക അതൊരു ശീലമാണ്, അതിലെന്താ ഇത്ര കാര്യം എന്നാണ്. പക്ഷെ നിങ്ങൾക്കറിയോ, നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തരുന്ന ഒരു അതിശക്തമായ സിഗ്നലാണ് ഐസ് കഴിക്കാൻ തോന്നിപ്പിക്കുക എന്നുള്ളത്. അതിന്റെ കാരണം അറിയുമ്പോൾ നമ്മളിൽ പലരും ഞെട്ടും. ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ടോ ദാഹം തീർക്കാൻ വേണ്ടിയിട്ടോ അതല്ല ഇനിയിപ്പോൾ ഒരു ടെൻഷൻ കൊണ്ട് ചെയ്യുന്നതൊന്നുമല്ല. നമ്മുടെ ശരീരത്തിലുള്ള ഒരു മിനറലിന്റെ കുറവ് നമ്മുടെ തലച്ചോറ് തിരിച്ചറിയുന്നത് മുതൽ തലച്ചോറ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഐസ് കഴിപ്പിക്കുക എന്നുള്ളത്. ഐസ് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ള ഒരു മിനറലാണ് ഇരുമ്പ് അഥവാ അയൺ. രക്തത്തിനകത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീനാണ് നമ്മുടെ രക്തത്തിലുള്ള ഓക്സിജനെ പിടിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഓരോ അവയവങ്ങൾക്കും മസിലുകൾക്കും ഏറ്റവും പ്രധാനം നിങ്ങളുടെ തലച്ചോറിനും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ അയൺ അഥവാ ഇരുമ്പിന്റെ അളവ് കുറയുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഈ പ്രോട്ടീൻ അതിന്റെ അളവും കുറയും. അങ്ങനെ വരുമ്പോൾ ശരീരത്തിലെ കോശങ്ങൾക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെ വരികയാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കുന്നതും വേണ്ടതുമായ അവയവം എന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറാണ്. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കുറയുന്നതും ഓക്സിജൻ കുറയുന്നതും ആദ്യം തന്നെ തിരിച്ചറിയുന്നത് നിങ്ങളുടെ തലച്ചോറാണ്. ആ നേരം തലച്ചോറ് വളരെ അത്ഭുതകരമായ ഒരു കാര്യം ചെയ്യും. നിങ്ങളിൽ പലരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. ചില ആളുകൾക്ക് ഐസ് തിന്നാൻ കൊതി തോന്നും, ചില ആളുകൾക്ക് മണ്ണ് തിന്നാൻ കൊതി തോന്നും. പൈക്ക എന്നാണ് പറയാ. എന്നാൽ ഐസ് തിന്നാൻ കൊതി തോന്നുന്നതിനെ പാഗോഫാജിയ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഐസ് തിന്നാൻ കൊതി തോന്നുന്നത്? ഐസ് തിന്നുന്ന സമയത്ത് നമ്മുടെ വായക്കകത്തും തൊണ്ടയിലുമുള്ള രക്തധമനികൾ പെട്ടെന്ന് ചുങ്ങിപ്പോകുന്നുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് വികസിക്കുകയും ചെയ്യും. ഈ സമയത്ത് രക്തത്തിൽ ഇരുമ്പ് കുറവുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തലച്ചോറിലേക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും നല്ല രീതിയിൽ രക്തോട്ടം കൂടുകയാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ പോലും രക്തത്തിന്റെ അളവ് കൂടുതൽ തലച്ചോറിൽ എത്തുന്നത് കാരണം വേണ്ടത്ര ഓക്സിജൻ തലച്ചോറിന് കിട്ടും. ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരം സിറ്റിയിൽ മൊത്തം കറണ്ട് പോയി എന്ന് വിചാരിക്കാം. അവിടുത്തെ മേജർ ആയിട്ടുള്ള ഇലക്ട്രിക് സ്റ്റേഷൻ മുഴുവനായിട്ട് വർക്ക് ചെയ്യാതായി. ഈ സമയത്ത് സിറ്റിയിൽ പല ഭാഗത്തും താൽക്കാലികമായിട്ടുള്ള ജനറേറ്ററുകളുണ്ട്. ഈ സമയത്ത് ഗവൺമെന്റ് ഈ എല്ലാ ജനറേറ്ററുകളും പൊക്കിയെടുത്തിട്ട് സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസിൽ എല്ലാ സമയത്തും നമുക്ക് കറണ്ട് കിട്ടും. ഇതേപോലെയാണ് തലച്ചോറിലേക്ക് ഓക്സിജൻ എന്ന കറണ്ട് ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടാതെ ശരീരം എത്തിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇരുമ്പിന്റെ അളവ് കുറവില്ലാത്ത വ്യക്തികൾ ഐസ് എടുത്ത് കഴിച്ചാൽ തലച്ചോറിലേക്ക് പ്രത്യേകിച്ച് രക്തോട്ടം കൂടുന്നില്ല കേട്ടോ. മാത്രമല്ല രക്തത്തിൽ അയണിന്റെ അളവ് കുറവുള്ള കുട്ടികൾ അയൺ സപ്ലിമെന്റ് വഴി ഈ അസുഖം മാറ്റി കഴിഞ്ഞാൽ ഐസ് തിന്നാനുള്ള പ്രവണത 80% പേർക്കും അവസാനിക്കുകയാണ്, അതോടെ തീരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഐസ് വല്ലാതെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ രക്തം ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് ഇരുമ്പിന്റെ അംശം, ഹീമോഗ്ലോബിന്റെ അളവ് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇരുമ്പിന്റെ അംശം കുറവില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ഐസ് കഴിക്കുന്ന എല്ലാവർക്കും ഇരുമ്പിന്റെ അളവ് കുറവുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഇരുമ്പിന്റെ അളവ് കുറവുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ ചികിത്സ ആരംഭിക്കാം. നന്നായിട്ട് ഇലക്കറികൾ കഴിക്കാം, റെഡ് മീറ്റ് കഴിക്കാം, ആവശ്യമെങ്കിൽ അയൺ സപ്ലിമെന്റ്സ് കഴിക്കാം.